ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ കിരണും കല്യാണിയും കൂടി ഷാരിയും കൂടി മുകളിലേക്ക് എത്തുമ്പോഴേക്കും ഇങ്ങനെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സാരിയോ കുഞ്ഞിനെടുത്തിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ എറിയാൻ പോകുന്ന ഇങ്ങനെ നിൽക്കുക കേട്ടോ. അത് കാണുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, സരിയോ വേണ്ട വേണ്ട, അരുത് ചെയ്യരുതെന്ന് പറയുമ്പോൾ സരിയോ വേണ്ട, അത് പറയാൻ നീ ആരുടെ പോടാവിടെ എന്നൊക്കെ പറയാണ്. സരിയോ ദേ വേണ്ടടാ കളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കിരണും കല്യാണിയും കൂടിയിട്ട് അങ്ങോട്ട് അടുത്ത് കുനിനത്താന്ന് പറഞ്ഞില്ലടാ തരിക എന്ന് പറയുമ്പോഴേക്കും വേഗം തന്നെ കിരൺ സരുവിനെ എടുത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ കല്യാണി കുനിനെ വാങ്ങിക്കുന്നത് പറയാണ്. അങ്ങനെ സരുവിൻ്റെ കയ്യിൽ നിന്ന് കുനിനെ തട്ടിപ്പറിച്ച് വാങ്ങിക്കാൻ നോക്കുമ്പോൾ കല്യാണിയുടെ മുഖത്തേക്ക് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് സരയു അടിക്കുമ്പോഴേക്കും കല്യാണി അവിടേക്ക് വീഴുന്നുണ്ട്. ശേഷം കിരൺ തന്നെ കുനിനെ വലിച്ചു പറിച്ചിട്ട് സരുവിനെ ഒരൊറ്റ തള്ളാണ്. തള്ളുമ്പോൾ തന്നെ സരു ബോധം കെട്ട് നിലത്തേക്ക് വീഴുന്നുണ്ട് കേട്ടോ. കല്യാണി ആൻറ്റി നിങ്ങൾ മാറി നിൽക്ക്, ഇവളെ ആകെ മെന്റലായിരിക്കുക, ഇവൾക്ക് ആകെ സമനില തെറ്റിയിരിക്കുക, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ബോധം കെട്ടിരുന്ന സരുവിനെ അങ്ങനെ തന്നെ പൊക്കിയെടുത്ത് കിരണും കല്യാണിയും ഷാരിയും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതേസമയം കൺമണി മോളെ ദീപയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് അവർ പോകുന്നത് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും സരുവിന് അപ്പോൾ തന്നെ അവർ ഷോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെ സരു പതുക്കെ കണ്ണ് തുറക്കുമ്പോഴേക്കും ഡോക്ടർ അടുത്ത് തന്നെയുണ്ട്, കൂടെ നേഴ്സുമാരും അടുത്തുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട്, അതെ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അത് പറയാൻ നീ ആരാടാ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറുടെ കഴുത്തിന് കെട്ടി പിടിക്കുകയാണ് സരു. അപ്പോഴേക്കും ഡോക്ടർ ഇങ്ങനെ ശ്വാസം മുട്ടുമ്പോഴേക്കും അവിടുത്തെ നേഴ്സുമാരെല്ലാം കൂടി സരുവിനെ പിടിച്ച് മാറ്റാണ്. സരു വേഗം അവരെല്ലാവരും ഉന്തി തള്ളിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഓടുക കേട്ടോ. ഓടുന്ന സമയത്ത് അവിടെ കിരണുണ്ട്, കല്യാണിയുണ്ട്, ഷാരിയുണ്ട്. അവർ 3 പേരും കൂടി സരുവിനെ പിടിക്കാൻ പോകുമ്പോഴും സരു അവിടെ നിന്ന് പിടി കൊടുക്കുന്നില്ല. സരു അവരെല്ലാവരും ഉന്തി തള്ളി പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി ഓടണം. അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, അറ്റൻഡർമാരായിട്ടും അതുപോലെ സെക്യൂരിറ്റി ചേട്ടന്മാരെല്ലാവരും അവിടെ നിൽക്കുകയാണ്. അവരെല്ലാവരും കൂടി സരുവിനെ പെട്ടെന്ന് പിടിക്കാൻ ഇങ്ങനെ പിടിച്ച് വലിച്ചിങ്ങനെ നിൽക്കുകയാണ്. ശേഷം ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും കയറ്റുന്നുണ്ട്. കയറ്റിന് ശേഷം സരുവിനെ ഷോക്ക് റൂമിലേക്ക് കൊണ്ടുപോവാണ്. സരുവിന്റെ കൈയും കാലൊക്കെ നന്നായിട്ട് കെട്ടിയതിന് ശേഷം ഷോക്ക് കൊടുക്കാണ്. സരു ഷോക്ക് കൊള്ളുമ്പോഴേക്കും ആകെ ഭ്രാന്ത് പിടിച്ച് ആകെ വല്ലാത്തൊരവസ്ഥയിൽ കണ്ണൊക്കെ തള്ളി അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് തന്നെ ബോധം പോകുക കേട്ടോ. അതേസമയം പുറത്തിരുന്ന ഷാരി ഭയങ്കര കരച്ചിലാണ്. കിരൺ പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ ചെയ്ത കർമ്മഫലത്തിന്റെ തിരിച്ചടിയാണ്, ഒരു കുഴപ്പമില്ലാത്ത അങ്കിളിനെ കൊണ്ടിട്ട് നിങ്ങൾ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഷാരി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. കല്യാണി പറയണ്ട, അയാൾക്കന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നിട്ട് അയാൾക്ക് ഷോക്ക് കൊടുത്തു, ഭ്രാന്താന്ന് പറഞ്ഞിട്ട്. ശരിക്കും ബുദ്ധി കൂടിയാലും ഭ്രാന്താണെന്ന് പറയാം, അയാൾക്ക് തലച്ചോറ് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് ഷോക്ക് കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ചെയ്തതിൻ്റെയൊക്കെ തിരിച്ചടിയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണത്, എല്ലാത്തിനും കാരണം ആ ജയിലിൽ കിടക്കുന്ന ആളാണ് എന്ന് ഷാരി പറയുമ്പോഴേക്കും കിരൺ പറയണ്ട, അങ്കിളിനെ മാത്രം കുറ്റം പറയല്ല ആന്റി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്വയം നിലം മറന്നു പെരുമാറി. അങ്കിളാണെന്നുണ്ടെങ്കിലോ ആ ജയിലിൽ കിടക്കുന്ന അങ്കിളാണെന്നുണ്ടെങ്കിലോ സരുവിന്റെ എല്ലാ ആഗ്രഹങ്ങളും ചെയ്തു കൊടുത്തു. സത്യം പറഞ്ഞാലേ വർഷങ്ങൾക്ക് മുമ്പ് കല്യാണി എന്റെ ജീവിതത്തിൽ വന്നില്ലെങ്കിലേ ഞാൻ ചിലപ്പോൾ സരുവിനെ വിവാഹം കഴിച്ചെങ്കിലേ ഇന്ന് ഇവിടെ സരു അല്ല, ഞാനാണ് ഇവിടെ എനിക്ക് ഷോക്ക് തരേണ്ടിയിരിക്കുന്നത്. എൻ്റെ അവസ്ഥ ഇതായിരിക്കും, ഞാനും ഷോക്ക് തന്ന് ഇവിടെ കിടക്കേണ്ട അവസ്ഥ എനിക്കും ഉണ്ടായാനേ എന്നൊക്കെ പറയാണ്. മോനെ പറ്റിപ്പോയി മോനെ പറയുമ്പോൾ ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. മോനെ നോക്ക്, കൺമണി മോളെ നിങ്ങൾ നന്നായിട്ട് നോക്കണം, കൺമണി മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവളെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ ഷാരി പറയുമ്പോഴേക്കും കല്യാണി പറയണ്ടേ, അല്ലെങ്കിലും ആ കുഞ്ഞിനെ ഞങ്ങൾ എന്ത് ചെയ്യാനാ, ഞങ്ങൾ ആ കുഞ്ഞ് ഞങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്, ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ മോളെ പൊന്നു പോലെ നോക്കും, നിങ്ങൾ നോക്കണേക്കാളും നന്നായിട്ട് ഞങ്ങൾ അവളെ വളർത്തും, അല്ലെങ്കിലും ഞങ്ങൾ നന്നായിട്ട് സ്നേഹിക്കണം. താരാൻറ്റിയുടെ കൊച്ചുമകളല്ല, അത് നിങ്ങളുടെ കൊച്ചുമകളല്ലല്ലോ. താരാൻറ്റി എത്ര പ്രാവശ്യം ഈ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങി നടന്നിട്ടുണ്ട്, നിങ്ങൾ തള്ളിയിട്ടിട്ടുണ്ട്, അപ്പോഴൊന്നും നിങ്ങൾ ആ കുഞ്ഞിന്റെ മുഖം കാണിക്കാൻ വേണ്ടി പോലും താരാൻറ്റിയുടെ നിന്നിട്ടില്ലല്ലോ. പക്ഷെ ഇത് ദൈവം കണക്ക് കൂട്ടിയതാണ്, കണ്ടില്ലേ? ഇനി ആ കുഞ്ഞ് വളരാൻ പോണത് താരാൻറ്റിയുടെ കൂടെയും എൻ്റെ അമ്മയുടെ കൂടെയൊക്കെയാണ്. താരാൻറ്റിക്ക് ദിവസം ആ കുഞ്ഞിനെ കാണാം, കൊഞ്ചിക്കുക, ഇതൊക്കെ ദൈവം നേരത്തെ കരുതി വെച്ചതാണ്. നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ വേണം. ഒരു കാര്യം ചെയ്യും, എന്തായാലും മോളെ നോക്കിയിട്ട് ഇവിടെ നിന്നോ, അവിടെ ഒരുത്തിനുണ്ടല്ലോ മനോഹരൻ, അവൻ എനിക്കൊന്ന് കാണാൻ വേണ്ടി പോണം, അവൻ ചത്തോ എന്ന് ഷാരി ചോദിക്കുമ്പോൾ ചത്തട്ടില്ല എങ്കിൽ അവനെ കൊല്ലണം, അവൻ ചാവട്ടെ, എന്നിട്ട് ഞാൻ പോയി ജയിലിൽ പോണോ? എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല, അവൻ ചാവേണ്ടവൻ തന്നെയാ, പക്ഷെ പെട്ടെന്ന് ചാവേണ്ടവനല്ല, അവനെ ഒരുപാട് പെണ്ണുങ്ങളെ ചതിച്ചതല്ലേ, അവനെ പതുക്കെ മരണം എന്നും പറഞ്ഞിട്ട് ചാവേണ്ടവനാ. അതുകൊണ്ട് ഞാൻ അവൻ്റെ അവസ്ഥ നോക്കട്ടെ, ചത്തോ ജീവനോടുണ്ടോന്ന് ഒന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുകയാണ്. കല്യാണി ചോദിക്കണ്ട കിരണേട്ട, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, വീട്ടിലേക്ക് പോയിക്കോ, 2 പിള്ളേരെ അമ്മ ഒറ്റക്ക് നോക്കുമല്ലേ, നീ അങ്ങോട്ടേക്ക് പോയിക്കോളാൻ വേണ്ടി പറയാണ്. ഷാരിയുടെ അടുത്ത് പറയുന്നുണ്ട് കല്യാണി, എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണി അവിടെ നിന്ന് ഇറങ്ങാണ്. കല്യാണി നേരെ വീട്ടിലേക്കും കിരൺ നേരെ മനോഹറിനെ കിടത്തേക്കണം ഹോസ്പിറ്റലിലേക്കുമാണ് പോകണത് കേട്ടോ. അങ്ങനെ മനോഹറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം മനോഹർ അങ്ങനെ ബോധമില്ലാതെ കിടക്കുക കേട്ടോ. മനോഹറിനെ കാണുമ്പോൾ തന്നെ കിരൺ ഇങ്ങനെ വിളിക്കണ്ട്, എടാ മനോഹരെ, എടാ എഴുന്നേക്കടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മനോഹർ പതുക്കെ കണ്ണ് തുറക്കുന്നുണ്ട് കേട്ടോ.
എടാ നിനക്കെന്നെ മനസ്സിലായടാ, നിനക്ക് ബോധം വലുതുണ്ടോ, അല്ല തലക്കടലടി കൊണ്ടത്, എടാ നിനക്കെന്നെ മനസ്സിലായോടാ എന്ന് ചോദിക്കുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, കിരൺ സാറല്ലേ, ആ അപ്പൊ നിനക്ക് ബോധമുണ്ടല്ലേ, ഞാൻ ഹോസ്പിറ്റലാണോ, അതേടാ നിന്റെ തല അടിച്ചു പൊട്ടിക്കേണ്ടവള് തന്നെ, പക്ഷെ നീ മരിച്ചെന്നാണ് അവൾ വിചാരിച്ചത്, ഞങ്ങളും അങ്ങനെ വിചാരിച്ചു, ഇവിടെ കൊണ്ടപ്പോ നിനക്ക് കുറച്ച് ജീവനുണ്ട്, നീ രക്ഷപ്പെട്ടിടാ, എന്നെ കൊന്നൂടായിരുന്നോ സാറേ എന്ന് മനോഹർ ചോദിക്കുമ്പോൾ, എന്തിനാടാ നിന്നെ കൊല്ലണത്, നീ പെട്ടെന്ന് ചാവേണ്ടവനല്ല, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലേണ്ടതല്ലടാ, നിന്നെ ഈ ഒരുപാട് പെണ്ണുങ്ങളെ പറ്റിച്ചിട്ടില്ലേ, അവരാണ് നിന്നെ കൊല്ലേണ്ടത്, അവരാണ് നിനക്ക് വിധി എഴുതേണ്ടത്, അല്ലാതെ എന്റെ കൈ കൊണ്ടിട്ടല്ല നീ മരിക്കേണ്ടത്. പുതിയ മേച്ചപ്പുറം താണ്ടി പോകാൻ പോയതായിരുന്നല്ലേ, അപ്പയുടെ സരയോ കൈയോടെ പിടിച്ചല്ലേ, നിന്നെ എല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകാൻ പോവായിരുന്നു സർ. അതെ നിനക്ക് പെട്ടെന്ന് ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ലടാ, നീയേ ഇനി പോകാൻ പോണത് എവിടേക്കാണെന്നറിയാവോ, അമേരിക്കയിലേക്കോ ജപ്പാനിലേക്കോ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം കേരളത്തിന്റെ സ്വന്തം ജയിലിലേക്കാണ്. അവിടെ നിന്റെ അമ്മായി അച്ഛനുണ്ട്, പിന്നെ വിക്രമുണ്ട്, ഗംഗപ്രസാദ് ഉണ്ട്, നിനക്ക് എത്ര കൂട്ടുകാരുണ്ടെന്ന് അറിയാവോ, നീ ഇനി ജയിലിൽ കിടക്കട, പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്, നീയെ ഒന്ന് നോക്കിയാകുമ്പോഴേക്കും പോലീസുകാർ നിന്നെ പൊക്കിയെടുത്തോണ്ട് പോയിക്കോളും എന്ന് പറയണം. ശേഷം കിരൺ നേരെ ഡോക്ടറിന്റെ അടുത്തേക്ക് പോവാണ്. ഡോക്ടർ പറയുന്നുണ്ട്, കിരണിന്റെ അടുത്ത് പറയുന്നുണ്ട്, അയാളുടെ അവസ്ഥ കുറച്ച് പ്രശ്നമാണ്, എന്നാലും പതുക്കെ ഓക്കെ ആവുന്നുണ്ട് എന്ന് പറയാണ് ഡോക്ടർ. അത് കേൾക്കണ കിരൺ പറയണ്ട്, ഒരു കണക്കിന് അവനൊന്ന് രക്ഷപ്പെടാതിരിക്കണം ഡോക്ടർ നല്ലത്, ഞാൻ അവന്റെ കഥകളൊക്കെ ഡോക്ടറോട് പറഞ്ഞിട്ടില്ലേ, എന്നാലും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, 10-25 വിവാഹം കഴിച്ചവരൊക്കെ പത്രത്തിൽ വായിച്ചറിഞ്ഞിട്ടുണ്ട്, ഇത് 10-50 വിവാഹം കഴിച്ചവരെ ആദ്യമായിട്ടാ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഡോക്ടർ, നമുക്കറിയാത്തതുകൊണ്ടാ, നമ്മുടെ കൺമുമ്പിൽ കണ്ടപ്പോൾ നമ്മൾ അത് വിശ്വസിച്ചു, അത്രയേ ഉള്ളൂ. അല്ല ഇനി അവന്റെ കാര്യം എന്താക്കിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്, പോലീസുകാർ വന്ന് കൊണ്ടുപോയിക്കോളും. എന്ത് പറയാനാ, ഇതുപോലത്തെ അവന്മാർക്ക് ഇതന്നെ അവസ്ഥ, എല്ലാവന്മാർക്കും ഇതൊരു പാടാവട്ടെ കിരണേ. അത് മാത്രല്ല അവന് ചെറിയൊരു മാനസിക പ്രശ്നമുണ്ട്. മാനസിക പ്രശ്നമോ? അതേ കിരണേ, അല്ലെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, ശരിയാ, ഇത് അവന്റെ തൊഴിൽ പോലെ അവൻ ചെയ്ത് നടക്കണമെങ്കിലും അവൻ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്, അവന് നല്ലൊരു കൗൺസിലിംഗ് ആവശ്യമാണെന്നൊക്കെ പറയാണ്. ഡോക്ടർ എന്താ ചെയ്തോ, ഞാൻ ഡോക്ടറിന്റെ കൂടെ തന്നെയുണ്ട് എന്ന് കിരൺ പറയണം. പിന്നീട് കാണിക്കണം നമ്മുടെ കല്യാണിനെയാണ്. കല്യാണി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ കല്ലുമോനും അതുപോലെ തന്നെ കൺമണി മോളും നല്ല കളിച്ച് ചിരിച്ച് ഭയങ്കര അങ്ങനെ ഇരിക്കാട്ടെ, രണ്ടുപേർക്കും ഒരു കൂട്ടായി. അത് കണ്ടുകൊണ്ടിട്ട് കല്യാണി അങ്ങോട്ടേക്ക് വരുന്നത്. ദീപ വേഗം കല്യാണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ മോളെ എന്തായി ഹോസ്പിറ്റലിലെ കാര്യം, മനോഹറിന്റെ കാര്യമാണോ, അവനെന്തായെന്ന് അറിയില്ലമ്മേ, പിന്നെ സരയു അവൾക്കൊരു ഷോക്ക് കൊടുത്തിട്ടുണ്ട്, ഈ കുഞ്ഞിന്റെ കാര്യം ആലോചിക്കുമ്പോൾ വിഷമമാകുന്നു എന്ന് പറയുമ്പോൾ, ഈ കുഞ്ഞിന് എന്താമേ കുഴപ്പം, അവിടെ ജീവിക്കണേക്കാളും നന്നായിട്ട് അവൾ ഇവിടെ ജീവിക്കും, അച്ഛനും അമ്മയും ഇവിടെ ഏറ്റെടുക്കാന്ന് പറഞ്ഞതാ, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇവളിപ്പോൾ അച്ഛനും അമ്മയും ഏറ്റെടുത്താ ഇനിയിപ്പോൾ ഷാരി ആൻറ്റി അവിടെ കാണാൻ പോകും, അത് പോരാണ്ട് സരയു ഹോസ്പിറ്റലിൽ ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് പോകും, മനോഹർ ചിലപ്പോൾ അങ്ങോട്ടേക്ക് വരും, അത് പിന്നെ അച്ഛനും അമ്മക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും, എന്തായാലും നോക്കട്ടെ, ഇവളെന്തായാലും ഇവിടെ ഇരിക്കട്ടെ അമ്മേ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഡോക്ടർ ഇങ്ങനെ കിരണിനോട് പറയുന്നുണ്ട്, ഇവളുടെ മൊബൈലിൽ ഒരു പെൺകുട്ടി ഇടക്കിടക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നു കേട്ടോ, അവന്റെ ഏതെങ്കിലും പുതിയ ഭാര്യമാരായിരിക്കും എന്ന് കിരൺ പറയുന്നുണ്ട്. ശേഷം ആ മൊബൈലിൽ കിരണിനെ കൈമാറാണ് ഡോക്ടർ. ആ മൊബൈലിലെ നമ്പർ എടുത്തിട്ട് കിരൺ വിളിച്ചു നോക്കുമ്പോഴേക്കും മരിയുണ്ട് ഫോൺ എടുക്കുന്നത്. എടാ മനോഹറെ, എത്ര പ്രാവശ്യമാണ് നിന്നെ ഞാൻ വിളിക്കണത് എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അതെ ഇത് ഞാൻ മനോഹരല്ല, പിന്നെ ഇതാരാ, ഞാൻ മനോഹറിന്റെ ഫ്രണ്ടാണ്. അയ്യോ മനോഹർ എവിടെ, അവന്റെ ചെറിയൊരു ആക്സിഡന്റ് പറ്റി. അയ്യോ ആക്സിഡന്റോ, അല്ല നിങ്ങൾ എവിടുന്നാ സംസാരിക്കുന്നത്, ഞാൻ അവിടെ ഇവിടെ റിസോർട്ടിലുണ്ടെന്ന് പറയാണ്, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ ഫോൺ വെക്കാണ്. ശേഷം കല്യാണിനെ വിളിക്കണ്ട്, കല്യാണി നീ പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണും കൂടി നേരെ മരിയയുടെ ഹോട്ടലിലേക്ക് പോവാണ്. വാതിൽ തുറക്കുമ്പോൾ മരിയ ഞെട്ടിപ്പോവാണ്. നിങ്ങൾ കിരണല്ലേ? അതെ മേഡം. മരിയ മേഡം? അതെ. അല്ല നിങ്ങളെന്താ ഇവിടെ? ഓ മേഡം ആണ് അപ്പൊ മനോഹറിനെ വിളിച്ചാലേ. ഓ മനോഹറിന്റെ ഫ്രണ്ട് അപ്പൊ കിരണായിരുന്നോ? ഫ്രണ്ടൊന്നല്ല മേഡം, ഞാൻ ഫ്രണ്ടാണെന്ന് വെറുതെ പറഞ്ഞതാ. അല്ല മനോഹറിന്റെ അപ്പൊ കിരൺ എങ്ങനെ അറിയാം? അത് അറിയാം മേഡം, മേഡത്തിനോട് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട്. ഇതെന്റെ ഭാര്യയാണ് കല്യാണി. അല്ല മനോഹറിന് എന്താ പറ്റിയത്? പറയാം മേഡം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എപ്പിസോഡ് തീരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.